ഹായ്. അപ്പോൾ സനയിലാണുള്ളത്. നമ്മൾ മിഞ്ഞാലത്തെ വീഡിയോയിൽ ഡെസേർട്ടിൽ പോയിട്ട് നമ്മളെ വണ്ടീൻ്റെ റേഡിയേറ്ററെല്ലാം പൊട്ടി ആകെ പുലുമാലായി. റേഡിയേറ്റർ പൊട്ടി അതിനുശേഷം ചൂടായിട്ട് റേഡിയേറ്ററിലേക്ക് പോകുന്ന ഓസ് ലീക്ക് വീണ് അങ്ങനെ കുറേ പരിപാടി ഉണ്ടായിന്. അങ്ങനെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അത് അയച്ച് ഞാൻ സനയിൽ കൊണ്ടുവന്നിട്ടാണ് ഉള്ളത് റേഡിയേറ്ററെല്ലാം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ സനയിലാണ് ഉള്ളത്. അന്നേരം ചെറിയ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ച് അന്നേരം റേഡിയേറ്റർ ഷോപ്പിൽ പോയിട്ട് റേഡിയേറ്റർ കാണിക്കട്ടെ. ഇവിടെയാണ് നമ്മൾ റേഡിയേറ്റർ കൊടുത്തിന് കേട്ടോ. നമ്മൾ റേഡിയേറ്ററാന്ന് തോന്നുന്നില്ല ഇത്. എന്തായി ഇതേയാ ഇതാന്ന് തോന്നോട്ടെ നമ്മളെ റേഡിയേറ്റർ. എന്തല്ല സുഖല്ലേ? എന്തെല്ലാം പണിയെടുത്ത്? ഫുള്ള് ഓട്ടോ ഉണ്ടല്ലേ? ഇതെല്ലാം ഹീറ്റായിട്ട് ഹോള് വീണട്ടെ. ഇത് പഴയ സാധനമായതുകൊണ്ട് നല്ല ഹോള് വീണ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇവർ. ഇതുണ്ട് ഇതെല്ലാം ഓട്ടയായിരുന്നു. ചൂടായിട്ടാണ് കേട്ടോ ഓട്ടയത്. ഇതല്ലേ റേഡിയേറ്റർ? അതേനാ അതെല്ലാം പൊട്ടീനല്ലേ? ഇതാണല്ലേ? ഓക്കെ ഓക്കെ. വീടാണല്ലേ? ഇത് ഫുള്ള് ക്ലീൻ ആക്കിയില്ലേ? ഫുള്ള് ക്ലീൻ ആക്കിയല്ലേ? എവിടെയാണ് എന്തത് പേര്? റൈസ്. നാട്ടിലെവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിക്കോടല്ലേ? നമുക്ക് എന്ത് വർക്കുകളുണ്ടെങ്കിലും ആർക്കെങ്കിലും ഖത്തറിലുള്ളവർക്ക് നമുക്ക് റേഡിയേറ്ററിൻ്റെ പരിപാടിയെല്ലാം ഉണ്ടെങ്കിൽ വരാം കേട്ടോ ഇങ്ങോട്ട് അല്ലേ? ഇതാണ് ഇവരുടെ ഷോപ്പ്. മൊബൈൽ നമ്പർ ആടെയുണ്ട്. അതിൽ വിളിച്ചാൽ കിട്ടൂലേ? അതെ 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 അതെ. ഈ ഓടാന്ന് അവരെ മെയിൻ. ഔട്ടോ ക്രാഫ്റ്റ് ഗാരേജിൽ വരാം കേട്ടോ. ഇതാ സനയ 23 സിഗ്നലിൻ്റെ അടുത്ത് തന്നെയാണ് വരുന്നത്. ട്രെയിലറിൻ്റെ അല്ലേ? ഇതല്ലേ? ഏത് റേഡിയേറ്റർ ഇവർ ശരിയാക്കുന്നുണ്ട് കേട്ടോ. എന്തിൻ്റെ ഇത്? ട്രെയിലറിൻ്റെ അല്ലേ? വലിയ റേഡിയേറ്ററാണല്ലോ അല്ലേ? എടാ ടാങ്ക് പൊട്ടിയതല്ലേ? ഓക്കെ ഓക്കെ. ഇവരെല്ലാം പണീൻ്റെ തിരക്കിലാണ് കേട്ടോ. അടിപൊളി. അപ്പോൾ നമ്മൾ റേഡിയേറ്റർ വെച്ച് ഞാൻ ടാക്സിക്ക് പോവുകയാണ്. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇഷ്ടംപോലെ വണ്ടി ഉണ്ടാവും. എൻ്റെ വണ്ടിയില്ല, എൻ്റെ ടാക്സിക്ക് പോവുകയാണ്. ഓക്കെ, നമുക്കിനി ഗാരേജിലേക്ക് പോവാം. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ആളെവിടെ? മുതലാളി എടുത്തു. സാധനം വാങ്ങിച്ച് ഇതാ ഇവിടെ ഉണ്ട്. അയ്യോ കിടക്കുന്ന കിടപ്പണ്ട. അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ റേഡിയേറ്റർ ഫിറ്റാക്കുകയാണ്. റേഡിയേറ്റർ അടിപൊളി ക്യാപ്പലിട്ട് പുതിയത് കൊണ്ടതിന് ഇനി നല്ല അടിപൊളി കൂളൻ്റ് വയ്ക്കണം. പുരാണായേ 6ാം സെറ്റാണ്. അപ്പം നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റാണ് ഫാമിലി ഷോപ്പിംഗ് കോംപ്ലക്സ്. അവിടെ കൂളൻ്റ് കിട്ടും. അവിടെ പോയി കൂളൻ്റ് എടുക്കണം. കൂളൻ്റ് അവിടെ ഗാരേജിലില്ല. അന്നേരം ഇവിടെ കൂളൻ്റ് ഉണ്ട് മുകളിലത്തെ നിലയിൽ. അന്നേരം അവിടെ പോയിട്ട് കൂളൻ്റ് എടുത്തിട്ട് ഏയ് പട്ടി. നാട്ടിൽ പോകുമ്പോൾ പേക്ക് ചെയ്യുന്ന കാർബോർഡ് നട്ടാ 15 റുപ്യ. നാട്ടിൽ പോകുമ്പോൾ കാർബോർഡ് കിട്ടിയില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് പൈസ കൊടുത്ത് വാങ്ങണം. ഇവിടെ ഉണ്ട് സാധനം. 16 റുപ്യൻ്റെ ഉണ്ട്. 4 ലിറ്റർ. ഇതായിരിക്കും ബെറ്റർ. കുറച്ചും കൂടി കൂളാകുന്നത് ഇതെടുക്കാം. ഇതെൻ്റെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഇതാണ് അബൂബക്കർ ഹോസ്പിറ്റൽ. ഇവിടെയാണ് എൻ്റെ മാമ വർക്ക് ചെയ്യുന്നത്. ഞാൻ പണ്ട് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എപ്പം മാമനെ കൊണ്ടാക്കുന്ന സ്ഥലമായത്. അത്രയേ ഉള്ളൂ, 2 കിലോമീറ്റർ ഇതിൻ്റെ അപ്പുറം എൻ്റെ വീട്. നമുക്ക് എന്തെങ്കിലും സൂക്കേടോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എല്ലാം ഓടി വരുന്ന സ്ഥലം ഇവിടെയാണ്.
ഹോസ്പിറ്റൽ. അപ്പോൾ നമ്മളെ വണ്ടി കുറേ സമയത്തിന് ശേഷം റേഡിയേറ്റർ കാര്യങ്ങളെല്ലാം ഫിറ്റാക്കി കേട്ടാ. പക്ഷേങ്കിൽ ഒരു സാധനം കൂടി പോയി. വാട്ടർ പമ്പ് അല്ലേ, വാട്ടർ പമ്പ് ലീക്ക് കേട്ടാ. നോക്കുമ്പോൾ ലാസ്റ്റ് ഇതാ അതും കൂടി ഊരിയാണ്. അപ്പോൾ നമ്മളെ കിയ മഹാവീൻ്റെ വാട്ടർ പമ്പ് പോയിനേട്ടാ. ഇതാണ് സംഭവം. ഇതും കൂടി കംപ്ലൈൻ്റ് ഉണ്ട്, ഇതും കൂടി മാറ്റണം ഇനി. ഇവിടെ ലീക്ക്. അല്ല എന്താ ചെയ്യുക. ഞാൻ റൂമിലെത്തി ഫുഡാക്കുന്ന തിരക്കിലാണ്. ഫുഡുണ്ടാക്കി, ചോറുണ്ടാക്കി, നമ്മളെ ഹുക്മത്തിൻ്റെ അരീനെ കൊണ്ട് ചോറുണ്ടാക്കി. ചിക്കൻ ഉണ്ടായിനി. ചിക്കൻ ഞാനിതൊന്ന് ഫ്രൈ ആക്കേണ്ട പരിപാടിയാണ്. ആദ്യമായിട്ടാണ് കേട്ടോ ഫ്രൈ ആക്കാൻ ഞാൻ ചേർത്തതെന്ന് പറഞ്ഞാൽ മുളകും ചിക്കൻ മസാലയും ഉപ്പും. അല്ല അതുമാത്രം പോരാ, മതിയായിരിക്കും. കുക്കറിൽ പരിപ്പാന്നുണ്ടാന്ന്, പരിപ്പ് മസാല, പരിപ്പ് കറി കേട്ടാ. അന്നേരം ഫ്രൈ ആക്കാൻ വേണ്ടി ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 1 മണിയായി കേട്ടാ. ചോറും കറിയും ചിക്കൻ ഫ്രൈയും, പരിപ്പ് കറിയും ചിക്കൻ ഫ്രൈയും കൂട്ടി കഴിക്കണം. കുറച്ച് റെസ്റ്റ് എടുക്കണം. 4 മണിക്ക് ആദ്യം നമ്മുടെ വണ്ടീൻ്റെ കുറച്ച് പാർട്സൽ പണിക്കാനുണ്ട്, അത് പോയിട്ട് പോകണം, കാണാം. അപ്പോൾ നമ്മളെ ചോറ്, പരിപ്പ് കറിയും ചോറും ചിക്കൻ ഫ്രൈയും ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പരിപ്പ് കറിയും ചോറ് ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ട് ഇത് 1001 ആയിരിക്കും പരിപ്പ് കറി. അന്നേരം കഴിക്കട്ട്. ഓക്കെ, വിശക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ഗാരേജിൽ നിന്ന് എടുത്തുകൊണ്ടെന്ന് എല്ലാം റെഡിയായി കേട്ടാ. അത്യാവശ്യം കുറച്ച് പൈസ ചിലവായി, പ്രശ്നമില്ല എന്നാലും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ, അതിൻ്റെ ലീക്കാണെന്ന് കണ്ടിട്ടില്ലെങ്കിൽ അതിലും വലിയ പൈസ ചിലവാകട്ടെ. എഞ്ചിനെല്ലാം മാറ്റേണ്ട വന്നായിരുന്നേ. എന്തായാലും അത് കണ്ടുകൊണ്ട് നന്നായി. അപ്പോൾ എന്തായാലും നല്ല യാത്രകളും നല്ല കാഴ്ചകളായിട്ട് വീണ്ടും കാണാം. നല്ല വീഡിയോ എടുക്കാനും കുറേ സ്ഥലത്ത് പോകാൻ പ്ലാനിങ് ഉണ്ട്. പക്ഷേ എങ്കിൽ നമ്മൾ വർക്കും കാര്യങ്ങളെല്ലാം കൊണ്ട് നടക്കാത്തതുകൊണ്ടാണ്. നല്ല അടിപൊളി കാഴ്ചകൾ വീഡിയോ ആയിട്ട് വീണ്ടും തരാം. ഓക്കെ, ബൈ.